ഇപ്പോഴിതാ CS സുജാത കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. CS സുജാത, നമ്മൾ പറഞ്ഞു വരികയായിരുന്നു വലിയ നഷ്ടമാണ് കേരള രാഷ്ട്രീയത്തിനുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കാനത്തിൽ ജമീലയുടെ രാഷ്ട്രീയ ജീവിതം ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും വളരെ സമൃദ്ധയായിട്ടുള്ള ജനപ്രതിനിധിയും പൊതുപ്രവർത്തകയും മഹിളാ നേതാവും ഒക്കെയായിരുന്നു കാനത്തിൽ ജമീല. കാരണം അവര് മഹിളാ അസോസിയേഷന്റെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഹിളാ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ മഹത്തായ സംഭാവന കൊടുത്തയാളായിരുന്നു സഖാവ് കാനത്തിൽ ജമീല. മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അവര്. MLA എന്ന നിലയിൽ കൊയിലാണ്ടിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ജനപ്രതിനിധിയായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു അവരോടെ. വളരെ വളരെ എനിക്ക് വലിയ സങ്കടമാണ്. കാരണം ഞങ്ങൾ തമ്മിൽ മിക്കവാറും ദിവസവും സംസാരിക്കുമായിരുന്നു. ഈ ഒരു മിനിങ്ങാന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കിട്ടുന്നില്ല. അതിന് തൊട്ട് മുമ്പ് ഒരു 1.5 ആഴ്ച മുമ്പും ഞങ്ങൾ തമ്മിൽ വിശദമായി സംസാരിക്കുമ്പോഴൊക്കെ പറയും, സുജാത സാവേ ഞാൻ തിരിച്ചു വരും, എനിക്ക് ഇതിലൊക്കെ ഞാൻ മാറി വരും. അപ്പൊ ഓരോ ദിവസവും രോഗത്തിന്റെ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ വിവരം ഞാനുമായിട്ട് പങ്കുവെക്കും. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. പറയും നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ല, നമുക്ക് ഇതിനെല്ലാം അതിജീവിച്ച് വരാൻ കഴിയും, നല്ല ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെയൊക്കെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ സഖാവ് ജമീല പെനിഞ്ഞാന്ന് ആണ് ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോഴാണ് അറിയുന്നത് പെട്ടെന്ന് ഹോസ്പിറ്റലിലാണെന്ന്. അപ്പൊ മോഹൻമാഷ് ഇന്നിപ്പോ വൈകിട്ട് പറഞ്ഞു വളരെ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു രോഗം കടന്നു വരുന്നതും അവരുടെ വേർപാടുണ്ടായിട്ടുള്ളതും. വേർപാട് കേരള രാഷ്ട്രീയത്തിന് തന്നെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോമ്രേഡ്. വളരെ എല്ലാവരോടെയും എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഏത് ചെറിയ കാര്യങ്ങൾക്കും ആളുകൾക്ക് അവരെ സമീപിക്കാമായിരുന്നു. ആ പാർട്ടിക്കൊരു വലിയ നഷ്ടം. പാർട്ടിക്കും മഹിളാ പ്രസ്ഥാനത്തിനും ഒരു നിയമസഭാ സാമാജിക എന്ന നിലയിലുമെല്ലാം അവരുടെ പ്രവർത്തനം അനുഭവിച്ച് കണ്ടറിഞ്ഞ കേരളീയ സമൂഹത്തിന് ഇതൊരു തീരാ നഷ്ടമാണ്. എത്രയോ കാലം നമ്മുടെ ഇടയിൽ ജീവിച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും വിശിഷ്യ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ഒക്കെ ചെയ്യേണ്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഒരു സഹോദരിയാണ് അവരിലൂടെ എനിക്ക് നഷ്ടമായിട്ടുള്ളത്. കാനത്തിൽ ജമീലയുടെ ഈ വേർപാട് അതൊരു താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. CS സുജാത, അതുതന്നെയാണ് എല്ലാ നേതാക്കന്മാരും ഒരുപോലെ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഏതു സമയവും അത്രത്തോളം ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു MLA ആയിരുന്നു കാനത്തിൽ ജമീല എന്നത്. തീർച്ചയായിട്ടും അവരൊരു കുറച്ച് ദിവസത്തിന് ഒരു മാസത്തിന് മുമ്പാണ് ഞാൻ വിളിക്കുമ്പോ മണ്ഡലത്തിൽ ഒരു പരിപാടിക്ക് ഞാൻ പോയി സുജാത സഖാവേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു പോണമായിരുന്നോ? അപ്പോ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയി. ഞാൻ ചോദിച്ചു മാസ്ക് ഒക്കെ വെച്ചാണോ? ആ മാസ്ക് ഒക്കെ വെച്ചാ ഞാൻ സംസാരിച്ചത്. എനിക്ക് ആളുകളെയൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി, സമാധാനമായി, അവർക്ക് സമാധാനമായി. അപ്പൊ എല്ലാ കാര്യങ്ങളും അവര് രോഗശൈലിയിലായിരുന്നെങ്കിലും ആ മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളും അവര് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയായിരുന്നു എല്ലാവരോടെയും പെരുമാറുന്നത്. കാരണം പുഞ്ചിരിച്ച മുഖത്തോടെയാണ് അവർ ഓരോ പ്രശ്നത്തെയും സമീപിച്ചിരുന്നത്. ആർക്കും കടന്നു ചെല്ലാം, ആരെയും സഹായിക്കുന്ന. ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ചില പരിപാടിക്കൊക്കെ പോയി വരുന്ന വഴി പറയും, ഇന്ന ചായക്കടയിൽ നല്ല ഭക്ഷണം കിട്ടുന്നു, അപ്പൊ നമുക്ക് ആ വഴി പോകാം. അപ്പൊ അവിടെ പോകുമ്പോഴൊക്കെ അവരോടൊക്കെ ഇവരോട് ആ ജനങ്ങൾ കാണിക്കുന്ന ഒരു താല്പര്യവും സ്നേഹവും ഒക്കെ നേരിട്ട് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു.